ഹലോ ടാരൽ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും ഇവർക്ക് എന്തുകൊണ്ട് മോചിതരാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം ഇതിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടിയിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. ഒരു തമാശ എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഈ വ്യക്തി കീപ്പ് ചെയ്തിരുന്നത്. ഒരു തമാശ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി അങ്ങനെ ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ അടുത്തായാലും മറ്റുള്ളവരുടെ അടുത്തായാലും വളരെയധികം തമാശ, അതായത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് തമാശയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഒരു വിഷമമുള്ള ഒരു കാര്യമാണെങ്കിലും വളരെ കാര്യമായിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണ്. അതായത് ആ ഒരു വിഷമത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെയോ ഒട്ടും വകവയ്ക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ വ്യക്തിയോട് സഹായം ചോദിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി കളിയാക്കി വിടുന്ന ഒരു രീതി, അതായത് എല്ലാവരെയും കളിയാക്കി വിടുന്ന ഒരു രീതി ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പാഠം പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്, ഒരു പാഠം ഇവർക്ക് പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടി കടന്നു വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി ഒരു ട്രാപ്ഡായിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. അതായത് ഈ വ്യക്തി എന്താണെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയിലേക്കും ഈ വ്യക്തി അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഒരു തമാശ എന്നുള്ള രീതിയിലേക്കാണ്. അതായത് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ തേർഡ് പാർട്ടിയെ കളിയാക്കുക എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ വ്യക്തി അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ഒരനുഭവം വളരെയധികം വലുതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ തേർഡ് പാർട്ടിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാം എന്നുള്ള രീതിയിലാണ് ഇവരവരിലേക്ക് അപ്രോച്ച് ചെയ്തതെങ്കിൽ, പക്ഷേ അത് തിരിഞ്ഞ് ഈ വ്യക്തിക്ക് തന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ അതായത് ഈ വ്യക്തിക്ക് ഒരു പണി കിട്ടി നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് ഊരിപ്പോരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം തേർഡ് പാർട്ടിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് എന്ന രീതിയിലായിരിക്കാം ഈ വ്യക്തി അവരിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം അവരിൽ നിന്നും ഈ വ്യക്തിക്ക് കുറേ അധികം ബുദ്ധിമുട്ട് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നതായിരിക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെ കൂടുതലായിട്ടും ഈ തേർഡ് പാർട്ടിയിലേക്ക് പിടിച്ചു നിർത്തുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു വർക്ക് പ്ലേസിലാണെങ്കിലും ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ അവിടെ ആയിരിക്കാം, ഈ വ്യക്തിയോടൊപ്പം ആയിരിക്കാം അവിടെ ജോലി ചെയ്യുന്നതൊക്കെ. അതായത് ഈ തേർഡ് പാർട്ടിയെ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ദിവസവും കാണുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് വിട്ട് കളയാം എന്ന രീതിയിൽ, ഒരു തമാശ എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു വ്യക്തി അവരിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് അവരുടെ ജീവിതത്തിൽ കുറേ പ്രാരാബ്ദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു ജീവിതത്തിൽ താൻ തോറ്റുപോയി എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വളരെയധികം കളിപ്പിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു രസത്തിന് വേണ്ടി ഞാൻ റിലേഷൻഷിപ്പിൽ വെക്കാം എന്ന രീതിയിലാണ് ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിയിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും എന്താണ് താൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നോ ഓരോന്നോരോന്നായിട്ട് ഈ വ്യക്തി ഓർക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഒരു തമാശയായി കാണുന്ന ഒരു സ്വഭാവമാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയിലേക്ക് ഈ വ്യക്തി കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും
ഈ തേർഡ് പാർട്ടിയിൽ നിന്നും വളരെയധികം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തരുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സ് പറയുന്നു. അതായത് രണ്ടിലും പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാപ്പ് സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കെയർ ചെയ്യാത്ത ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വന്ന് പെട്ടുപോകും എന്നൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി തൻ്റെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെ ഒരു ട്രാപ്പ് എന്ന രീതിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിക്ക് അതിൽ നിന്ന് ഊരിപ്പോരാനും സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു തേർഡ് പാർട്ടിയെ മനസ്സിലാക്കി ഒന്ന് മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു പാഠമാണ് ഈ വ്യക്തിക്ക്. അതായത് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു പാഠം ഈ വ്യക്തിയെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് മറ്റുള്ളവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒരു കളിതമാശയല്ല എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് വന്നിട്ട് അപ്പം നിങ്ങളിലേക്ക് വരണം എന്ന് ഈ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതായത് നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്വീകരണം എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ശരിയാണ്, ഈ വ്യക്തി കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് തന്നെ, അതായത് നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ വ്യക്തിയെ നോക്കിയിരുന്നതും ഈ വ്യക്തിയെ കെയർ ചെയ്തിരുന്നതും ഈ വ്യക്തിയെ ലവ് ചെയ്തിരുന്നതും ഒക്കെ ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എങ്ങനെ വളരെയധികം ആക്റ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക, മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു രീതിയായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനൊക്കെ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം കെയറിങ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ ലവ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതൊക്കെ ഒരു മറവ് എന്ന രീതിയിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകുന്നതൊക്കെ ഈ വ്യക്തി ഇങ്ങനെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വ്യക്തി തിരികെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളൊരു ഭയമൊക്കെ ഈ വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം ഉണ്ട്. തനിക്ക് നഷ്ടമായത് എന്താണ് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് ആ ഒരു ഈ വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സങ്കടത്തെ എങ്ങനെയാണ് ഇവർ സോൾവ് ചെയ്യുക എന്നുള്ളതിൽ വളരെയധികം ചിന്തിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട്, ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി കാളിദേവിയോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും മോചിതനാവാനും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടും ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. തൻ്റെ ഒരു ഫ്രീഡം എന്നുള്ള ഒരു സംഭവം, അതായത് തൻ്റെ ഒരു സെൽഫ് വർത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതം കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ ഫ്രീഡം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. അതായത് എന്ത് ചെയ്യണമെങ്കിലും ഈ ഒരു വ്യക്തിയോട് പറയണം. അപ്പോൾ ഒരു ട്രാപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഇവരുണ്ടായിരുന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ വ്യക്തി ആ ഒരു പിടുത്തത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തടക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് തന്നെ സ്നേഹിച്ചിരുന്ന ആൾക്കാരെ ഓരോന്നോരോന്നായിട്ട് ഈ വ്യക്തി എണ്ണി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് എത്രത്തോളം തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്തിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവർക്കുള്ളത്. അതായത് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ ഇത്രയും മോശക്കാരനാണോ അല്ലെങ്കിൽ മോശക്കാരിയാണോ എന്നുള്ളതാണ് ഇവർ
ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു പഴയ ലൈഫിലേക്ക്, അതായത് പഴയ ലൈഫിലേക്ക് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി പഴയ തൻ്റെ ഫ്രീഡമുള്ള ആ ഒരു ലൈഫിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കുറച്ച് ഇമോഷണലി കുറച്ച് ഇതായിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വ്യക്തിയെ കൂടെ നിർത്തി. പക്ഷേ ഈ വ്യക്തിക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ തേർഡ് പാർട്ടിയിൽ നിന്നും കുറേ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് താൻ വേദനിപ്പിച്ച കാര്യങ്ങൾ, അതായത് തൻ്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച കുറേ കാര്യങ്ങളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ താൻ ലവ് ചെയ്യുന്നതായിട്ടോ ഒന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇപ്പോൾ. അതായത് നിങ്ങളെ താൻ കെയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താൻ ലവ് ചെയ്തിട്ടുണ്ടോ, താൻ എപ്പോൾ നോക്കിയാലും നിങ്ങളെ കളിയാക്കുന്നത് മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത്രത്തോളം ഇവരിപ്പോൾ വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി കാരണം ഇവർ വേദനിക്കുന്നുണ്ട് വളരെയധികം. അതായത് എപ്പോൾ വേണമെങ്കിലും മാപ്പ് പറയാനായിട്ട് റെഡിയായി നിൽക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളിലേക്ക് വരാനും ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് ഇവിടെ കാണുന്നുണ്ട്. അതായത് തനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതായത് തൻ്റെ ആ പഴയ ആളെ, അതായത് തൻ്റെ ആ പഴയ ആ ഒരു വ്യക്തിയെ, അതായത് ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്ന നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള ചിന്തകളും ചോദ്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാളിദേവിയോടൊക്കെ ഈ വ്യക്തി വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്കും നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ ഏഞ്ചൽസ് തരുന്നുണ്ട്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിലേക്ക്, അതായത് ഈ വ്യക്തിയിലേക്ക് ഡിസ്ട്രാക്റ്റ് ആവും നിങ്ങൾ ചില സമയം. ബട്ട് വീണ്ടും വീണ്ടും മറ്റുള്ളവരിലേക്ക് എൻഗേജ്ഡായി മൂവ് ഓൺ ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് വളരെയധികം സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഇംപെർഫെക്ഷൻ ആയിട്ടുള്ളൊരു ലവ് ആയിരുന്നു, ബട്ട് ഇനി പോകാൻ പോകുന്നത് അങ്ങനെയല്ല. വളരെയധികം കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി തിരികെ വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് കാഴ്ച പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ വ്യക്തി എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഈ പഴയ പോലെ നിങ്ങളെ ഒട്ടും, അതായത് നിങ്ങളെ വളരെയധികം ഒന്നുമില്ലാത്ത രീതിയിൽ ഈ വ്യക്തി ഇനി കാണാനായിട്ട് ശ്രമിക്കില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു വോത്ത് എന്താണെന്നും നിങ്ങളുടെ ലവ് എന്താണെന്നും നിങ്ങളുടെ കെയർ എന്താണെന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടേ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഈ വ്യക്തിയെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, അതായത് മറ്റുള്ളവരുടെ ജീവിതം ഒരു കളിതമാശയും കൂടി അല്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടി വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി പതിയെ പൊയ്ക്കോളും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വ്യക്തി എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു, അതായത് ഈ വ്യക്തിയിൽ നിന്നും നല്ലൊരു അപ്രോച്ച്, അതായത് നല്ല രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മോർണിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.